സംഖ്യ 35 അധ്യായം. ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മൊവാബ് സമതലങ്ങൾ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് തങ്ങളുടെ വസ്തുവകകളുടെ അവകാശത്തിൽ നിന്ന് ലേവായർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് നീ ആജ്ഞാപിക്കുക. പട്ടണങ്ങളോട് ചേർന്ന് അവയ്ക്ക് ചുറ്റുമായി മേച്ചിൽ സ്ഥലവും നിങ്ങൾ ലേവായർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനുള്ളതായിരിക്കും. അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ മൃഗഗണത്തിനും കാലിസമ്പത്തിനും അവരുടെ എല്ലാ ജന്തുക്കൾക്കും വേണ്ടിയുള്ളതായിരിക്കും. ലേവായർക്ക് നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങൾക്കുള്ള മേച്ചിൽ സ്ഥലങ്ങൾ പട്ടണമതിലിൽ നിന്ന് പുറത്തേക്ക് ചുറ്റും 1000 മുഴം ഉണ്ടായിരിക്കണം. പട്ടണത്തിന് പുറത്ത് കിഴക്കുഭാഗത്തേക്ക് 2000 മുഴവും തെക്കുഭാഗത്തേക്ക് 2000 മുഴവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് 2000 മുഴവും വടക്കുഭാഗത്തേക്ക് 2000 മുഴവും നിങ്ങൾ അളക്കണം. ഇങ്ങനെയായിരിക്കും പട്ടണങ്ങളോടനുബന്ധിച്ചുള്ള അവരുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവയുടെ മധ്യത്തിലായിരിക്കണം ഓരോ പട്ടണവും. നിങ്ങൾ ലേവായർക്ക് നൽകുന്ന പട്ടണങ്ങളോടൊപ്പം ഘാതകന് പലായനം ചെയ്യാനുള്ള ഇടമായി 6 സങ്കേത നഗരങ്ങൾ കൊടുക്കണം. ഇവയ്ക്ക് പുറമെയാണ് നിങ്ങൾ നൽകുന്ന 42 പട്ടണങ്ങൾ. അങ്ങനെ നിങ്ങൾ ലേവായർക്ക് നൽകേണ്ട ആകെ പട്ടണങ്ങൾ 48 പട്ടണങ്ങളാണ്. അവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. നിങ്ങൾ ഇസ്രായേല്യരുടെ വസ്തുവകയിൽ നിന്ന് പട്ടണങ്ങൾ കൊടുക്കുമ്പോൾ വലിയതിൽ നിന്ന് കരുതലെടുക്കണം, ചെറിയതിൽ നിന്ന് കുറച്ചെടുക്കണം. ഓരോന്നും അത് അവകാശമാക്കിയ ഓഹരി അനുസരിച്ചാണ് അതിൻ്റെ പട്ടണങ്ങളിൽ നിന്ന് ലേവായർക്ക് കൊടുക്കേണ്ടത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിക്കുക, കാനാൻ ദേശം ലക്ഷ്യമാക്കി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ. നിങ്ങൾക്കായി പട്ടണങ്ങൾ പണിയുമ്പോൾ സങ്കേത നഗരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അബദ്ധവശാൽ ആളെ നിഹനിക്കുന്ന കൊലയാളി അവിടേക്ക് പലായനം ചെയ്യട്ടെ. പ്രതികാരിയിൽ നിന്ന് അഭയം തേടേണ്ടതിന് നിങ്ങൾക്ക് നഗരങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ന്യായവിധിക്കായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുവരെ കൊലപാതകി മരിക്കാതിരിക്കും. നിങ്ങൾ പട്ടണങ്ങൾ നിശ്ചയിക്കുമ്പോൾ 6 സങ്കേത നഗരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. 3 പട്ടണങ്ങൾ ജോർദാനക്കരെ നിങ്ങൾ നീക്കിവയ്ക്കണം. 3 പട്ടണങ്ങൾ കാനാൻ ദേശത്തും നിങ്ങൾ നീക്കിവയ്ക്കണം. അവയായിരിക്കും സങ്കേത നഗരങ്ങൾ. ഇസ്രായേല്യർക്കും അവരുടെ ഇടയിലുള്ള പ്രവാസിക്കും അതിഥിക്കും ഈ 6 പട്ടണങ്ങൾ അഭയത്തിനുള്ളതായിരിക്കും. മനഃപൂർവമല്ലാതെ ഒരു വ്യക്തിയെ കൊല്ലുന്ന ആർക്കും അവിടേക്ക് പലായനം ചെയ്യാൻ തന്നെ. ഇരുമ്പായുധം കൊണ്ട് ആരെങ്കിലും ഒരുവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈക്കല്ലുകൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈത്തടി ആയുധം കൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. രക്തപ്രതികാരിയാണ് ഘാതകനെ വധിക്കേണ്ടത്. കണ്ടുമുട്ടുമ്പോൾ അയാൾ അവനെ കൊല്ലണം. ഒരാൾ വിദ്വേഷം മൂലം ഒരുവനെ തള്ളിയിട്ടിട്ടോ ദുരുദ്ദേശത്തോടെ അവൻ്റെ മേൽ വലിച്ചെറിഞ്ഞിട്ടോ അവൻ മരിച്ചാൽ, അഥവാ വിരോധം നിമിത്തം തൻ്റെ കൈകൊണ്ട് അവനെ പ്രഹരിച്ചിട്ട് അവൻ മരിച്ചാൽ, അതിക്രമി തീർച്ചയായും വധിക്കപ്പെടണം. അത് കൊലപാതകമാണ്. രക്തപ്രതികാരി ഘാതകനെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം. ഒരാൾ വിരോധം നിമിത്തമല്ലാതെ പെട്ടെന്ന് ഒരുവനെ തള്ളിയിടുകയോ മനഃപൂർവമല്ലാതെ എന്തെങ്കിലും ഉരുപ്പടി അവൻ്റെ മേൽ വലിച്ചെറിയുകയോ കാണാതെയാണെങ്കിലും മരിക്കത്തക്ക വിധം ഒരുവൻ്റെ മേൽ ഏതെങ്കിലും കല്ല് പതിക്കാനിടയാകുകയോ ചെയ്തത് മൂലം അവൻ മരിക്കുന്നുവെന്നിരിക്കട്ടെ. അയാൾ അവൻ്റെ ശത്രുവോ അവനെതിരെ തിന്മ അന്വേഷിക്കുന്നവനോ അല്ലെങ്കിൽ ഘാതകനും രക്തപ്രതികാരിക്കുമിടയിൽ ഈ ന്യായപ്രമാണങ്ങളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം. സമൂഹം ഘാതകനെ രക്തപ്രതികാരിയുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കണം. അവൻ പലായനം ചെയ്ത് എത്തിയിരുന്ന അവൻ്റെ സങ്കേത നഗരത്തിലേക്ക് തന്നെ സമൂഹം അവനെ തിരിച്ചുവിടണം. വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്ത മഹാപുരോഹിതൻ്റെ മരണം വരെ അവൻ അതിൽ തന്നെ താമസിക്കണം. എന്നാൽ കൊലപാതകി താൻ പലായനം ചെയ്തെത്തിയ സങ്കേത നഗരത്തിൻ്റെ അതിർത്തി വിട്ട് പുറപ്പെടാൻ മുതിരുകയും രക്തപ്രതികാരി ഘാതകനെ സങ്കേത നഗരത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് വെച്ച് കണ്ടെത്തി വധിക്കുകയും ചെയ്താൽ രക്തപ്രതികാരിക്ക് രക്തപാതകം ഉണ്ടായിരിക്കുകയില്ല.
കാരണം മഹാപുരോഹിതൻ്റെ മരണം വരെ അവൻ തൻ്റെ സങ്കേത നഗരത്തിൽ തന്നെ വസിക്കേണ്ടിയിരുന്നു. മഹാപുരോഹിതൻ്റെ മരണശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് ഘാതകന് തിരിച്ചു പോകാം. ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും. ജീവഹാനി വരുത്തുന്ന ഏതു കൊലപാതകിയെയും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് വധിക്കേണ്ടത്. മരണശിക്ഷയ്ക്ക് ഒരു വ്യക്തിക്കെതിരെ ഒരു സാക്ഷി മാത്രം മൊഴി നൽകിയാൽ പോരാ. മരണാർഹമാം വിധം ദുഷ്ടനായ കൊലപാതകിയുടെ ജീവനു വേണ്ടി നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. എന്തെന്നാൽ അവൻ വധിക്കപ്പെടുക തന്നെ വേണം. അവൻ തൻ്റെ സങ്കേത നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ നാട്ടിൽ തിരിച്ചെത്തുന്നതിനായി പുരോഹിതൻ്റെ മരണം വരെ താമസിക്കാൻ നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. നിങ്ങൾ ആയിരിക്കുന്ന ദേശം നിങ്ങൾ ദുഷിപ്പിക്കരുത്. തീർച്ചയായും രക്തം തന്നെയാണ് ദേശത്തെ ദുഷിപ്പിക്കുന്നത്. ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിനായി അത് ചൊരിഞ്ഞവൻ്റെ രക്തം കൊണ്ടല്ലാതെ ദേശത്തിനു വേണ്ടി പരിഹാരം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ അധിവസിക്കുന്ന ദേശം മലിനമാക്കരുത്, കാരണം ഞാൻ അതിൻ്റെ മധ്യേ വസിക്കുന്നു. തീർച്ചയായും കർത്താവായ ഞാൻ ഇസ്രായേല്യരുടെ മധ്യേ വസിക്കുന്നു.